ഒരു വീട് നിർമ്മിക്കുമ്പോൾ വീടിന്റെ ദിക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കിഴക്ക് ദിക്ക് എന്ന് പറയുന്നത് ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലെ മൂത്ത മകന്റെ ദിക്കാണ്. വീടിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു സെപ്റ്റി ടാങ്കോ ഒരു വേസ്റ്റ് വാട്ടറിന്റെ കുഴിയോ പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അപ്പൊ കിഴക്ക് ദിക്കിന്റെ പൂർണ്ണ സംരക്ഷണം ആരേറ്റെടുക്കും? ഡ്രാഗൺ ഏറ്റെടുക്കും. കിഴക്ക് ദിക്കിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീട് നിർമ്മിക്കുമ്പോൾ വീടിന്റെ ദിക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കിഴക്ക് ദിക്ക് എന്ന് പറയുന്നത് ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലെ മൂത്ത മകന്റെ ദിക്കാണ്. ആ വീട്ടിൽ മൊത്തത്തിൽ 3 മക്കളുണ്ടെന്ന് കരുതുക. മൂത്ത 2 പെൺകുട്ടികളും ഏറ്റവും ഇളയതാണ്ട് ആൺകുട്ടിയുമാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ ഏറ്റവും ഇളയ വന്ന ആൺകുട്ടിയുടെ ദിക്കാണ് ഈ പറയുന്ന കിഴക്ക് ദിക്ക്. ഇപ്പൊ ഇളയ കുട്ടി എന്നുള്ളതല്ല, അവിടുത്തെ മക്കളിൽ ആൺകുട്ടിയിൽ മൂത്ത ആൾ എന്നുള്ള രീതിയിലാണ് ആ ദിക്കിനെ പരിഗണിക്കുന്നത്. പലർക്കും ഇതൊരു കൺഫ്യൂഷനുള്ള കാര്യമായതുകൊണ്ടാണ് ഒന്നുകൂടെ എടുത്തു പറഞ്ഞത്. അപ്പോൾ ദിക്ക് കിഴക്ക്, ആ വ്യക്തി കുടുംബത്തിലെ മൂത്ത ആൺകുട്ടി. ആ ദിക്കിന്റെ സൗഭാഗ്യം എന്ന് പറയുന്നത് ഏതാണ്? ഈസ്റ്റിന്റെ സൗഭാഗ്യം എന്ന് പറയുന്നത് ആരോഗ്യമാണ്. അപ്പൊ കിഴക്ക് ദിക്കിൽ നമ്മൾ ടോയ്ലറ്റോ മിസ്സിങ്ങോ എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും. അതുപോലെ തന്നെ വീടിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു സെപ്റ്റി ടാങ്കോ ഒരു വേസ്റ്റ് വാട്ടറിന്റെ കുഴിയോ പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതേപോലെ തന്നെ വീടിന്റെ വെളിയിൽ ഉണ്ടാവുന്ന കിഴക്ക് വശത്തുള്ള ടോയ്ലറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇനി വീടിന്റെ കിഴക്ക് ഭാഗത്ത് നമുക്കൊരു ടോയ്ലറ്റ് വന്നു, പൊളിച്ചു മാറ്റാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ഒരു റെഡ് ട്രയാങ്കിൾ ഉപയോഗിക്കാം. ഒന്നുകിൽ ഒരു റെഡ് ലൈറ്റ് ഉപയോഗിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ആ ടോയ്ലറ്റിന്റെ ഈസ്റ്റ് വാളിൽ ഇത്തരത്തിലുള്ള ഒരു റെഡ് ട്രയാങ്കിൾ വെട്ടി ആ സ്റ്റിക്കറായിട്ട് ഒട്ടിക്കാം. കിഴക്ക് ഭിത്തിയിൽ ഒട്ടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് മിനിമം ഒരു എന്താ പറയുന്ന ഒരു A3 സൈസെങ്കിലും ഉണ്ടായിരിക്കണം അത് ചെയ്യുമ്പോഴത്തേക്ക്. അല്ലെങ്കിൽ ഫുൾ ടൈം ഒരു റെഡ് ലൈറ്റ് ആ ടോയ്ലറ്റിൽ കൊടുക്കാം. വീട്ടിന്റെ പുറത്താണെങ്കിലും ഇത്തരത്തിലുള്ള റെമഡി അതിനകത്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി സ്വീകരണ മുറിയിൽ കിഴക്ക് വശത്ത് ഒരു ഡ്രാഗന്റെ ചിത്രം വയ്ക്കുന്നതും ഇതിന് നല്ലതാണ്. ഇതിലത്തെ ഒരു ഡ്രാഗന്റെ ചിത്രം സ്വീകരണമുറിയുടെ കിഴക്ക് ഭാഗത്ത് വയ്ക്കാം. അപ്പൊ കിഴക്ക് ദിക്കിന്റെ പൂർണ്ണ സംരക്ഷണം ആരേറ്റെടുക്കും? ഡ്രാഗൺ ഏറ്റെടുക്കും. അങ്ങനെയാണെങ്കിൽ ചൈനീസ് വാസ്തുപ്രകാരം 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ്. വളരെ നല്ല റിസൾട്ട് വരുന്ന ഒരു 4 ടൂളുകളാണിത്. ഒന്ന് ഈസ്റ്റിലെ ഡ്രാഗൺ, അതിന്റെ നേരെ ഓപ്പോസിറ്റിൽ വെസ്റ്റിൽ വൈറ്റ് ടൈഗർ. സൗത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേരും പ്രശസ്തിയും അംഗീകാരവും വിജയവും ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ഫീനിക്സ് ബേർഡിന്റെ ഇത് വെക്കാം. അതുകണക്ക് തന്നെ വടക്ക് ദിക്കിന്റെ പൂർണ്ണ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ഒരു ടോർട്ടോയ്സിനെ വെക്കാം. തൊഴിൽപരമായിട്ട് ഒരുപാട് അഭിവൃദ്ധികൾ ഉണ്ടാവാനും തൊഴിൽപരമായിട്ട് പ്രൊമോഷൻ ഉണ്ടാവാനും പുതിയ തൊഴിലുകൾ ലഭിക്കാനും ഈ 4 ടൂളുകൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ലക്കി ബാമ്പു ആണ്. വീടിന്റെ സ്വീകരണമുറിയുടെ കിഴക്ക് ഭാഗത്ത് ലക്കി ബാമ്പു വയ്ക്കാം. അതേപോലെ തന്നെ 2025 ഏതൊരു വീടിന്റെയും കിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് 9 ആണ്. 9 എന്ന് പറയുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഫയർ എലമെന്റ് ആണ്. അപ്പോൾ ഫയർ എലമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് വുഡ് എലമെന്റ് ആണ്. അപ്പോൾ കിഴക്ക് ഭാഗത്ത് ഒരു ലക്കി ബാമ്പു വയ്ക്കുന്നത് ഈ വർഷം ഒരുപാട് പ്രോസ്പെരിറ്റികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ലക്കി ബാമ്പു നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കും.